മണ്ടത്തരം പറ്റുന്ന മലയാളികൾ, മണ്ടരായ മലയാളികൾ എന്ന് വേണം പറയാൻ. രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആരെങ്കിലും വന്ന ഒരു വിസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി വീടിന്റെ പ്രമാണം വേണമെങ്കിലും പണയം വെക്കാൻ വേണ്ടി പണയം വെച്ചിട്ട് നമ്മൾ കൊടുക്കും. തൊലിഞ്ഞ കമ്പനിയിൽ കൊണ്ട് പൈസ കൊടുത്ത് ലക്ഷങ്ങളാ പോയത്. വീടിന്റെ പ്രമാണം കൊണ്ട് പണയം വെക്കുന്നു, പെങ്ങടെ മാല കൊണ്ട് പണയം വെക്കുന്നു, പ്രസവത്തിന് വെച്ച പൈസ എടുത്ത് മാറ അണ്ണാക്കിലടിക്കാൻ കൊണ്ട് കളഞ്ഞ് പൈസ കൊണ്ട് കളഞ്ഞ ഒരു ബ്രോയാണിത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബ്രോ എന്താണ് പേരെന്താണ്? എന്റെ പേര് സേതു എന്നാണ്. സേതു രാഘവൻ എന്നാണ്. എന്റെ സ്ഥലം കൊല്ലത്താണ്. കൊല്ലം. എത്ര ലക്ഷം രൂപ പോയത്? എന്റെ 2,45,000 രൂപയാണ് പോയത്. 2,45,000 രൂപ അവർ കൊണ്ടുപോയി. ആ കമ്പനിയുടെ പേരെന്തായിരുന്നു? ലിനാക് മൈഗ്രേഷൻ ആണ്. ലിനാക് മൈഗ്രേഷൻ ദുബായിലുള്ള കമ്പനി. വിസ തരാന്ന് പറഞ്ഞാൽ വിസ തരാന്ന് പറഞ്ഞ രീതിയിലെ തട്ടിപ്പ്. അത് എങ്ങനെ നിങ്ങൾ എങ്ങനെ അവരുടെ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞത്? ഞങ്ങൾ ഇൻസ്റ്റ വഴിയാ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. പിന്നെ അത് വാട്സ്ആപ്പ് കോൺടാക്റ്റും കോൾ വിളിച്ചുള്ള കോൺടാക്റ്റും കാര്യങ്ങളും ആയിരുന്നു. നിങ്ങൾ എന്തിനാ ഈ 2,65,000 നിങ്ങൾ ആദ്യമേ കൊടുത്ത് എന്തിനാ? അവരതുപോലെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. മലയാളികളാണോ അവര്? മലയാളികൾ തന്നെ. അവര് പെട്ടെന്ന് തുച്ഛ ദിവസം കൊണ്ട് വിസ എല്ലാം റെഡിയാക്കി പുറത്തോട്ട് പോകാന്നുള്ള രീതി അവരെ പറഞ്ഞു പറ്റിക്കുക. അവരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ പേരും കാര്യമില്ല. ആരൊക്കെയായിരുന്നു അവർ? ഒരാളൊരു അനാമിക, വൈശാഖ്, വൈഷ്ണവ് എന്ന് പറഞ്ഞ 3 പേരാണ്. മൊത്തം മലയാളികളെ മലയാളികൾ തന്നെ. അപ്പൊ നിങ്ങൾ മാത്രമുള്ള ഒരുപാട് ആൾക്കാരിനകത്ത് പെട്ടിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് എന്തോ ആവശ്യം? ഇപ്പൊ അവർ വിസ തന്നാൽ നിങ്ങൾക്ക് പോകാൻ തയ്യാറാണോ? ഇല്ല, നമുക്ക് നമ്മുടെ പൈസ റിട്ടേൺ ആണ് അറിയാം. റീഫണ്ട് കിട്ടിയാൽ പൈസ മേടിക്കുന്നവർ ഇവർ കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പൈസ കിട്ടി കഴിഞ്ഞിട്ട് ഇവര് പിന്നെ കോൺടാക്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വിളിച്ചാൽ പോലെ ഒരു ഫോൺ എടുക്കാത്ത രീതിയിലാണ് ഒരു മെസ്സേജ്. നിങ്ങളെ പറ്റിച്ച്, നിങ്ങളെ 2,65,000 നിങ്ങളെ പറ്റിച്ച്. പിന്നെ അവര് നിങ്ങളുടെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടെ ലീഗലായിട്ട് പോയാലും പ്രയോജനം ഉണ്ടെന്ന് അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് പൈസ കിട്ടണം. അത്ര പൈസ തിരിച്ചു കിട്ടുന്നു. ഇനി ആർക്കും ഇങ്ങനെ പറ്റരുത്. ഇനി ആരും കൊണ്ട് പൈസ കളയരുത്. പൈസ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ വലിച്ചോണ്ടിരിക്കാം കേട്ടോ. ഇനി എത്ര പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാകത്തില്ല. എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ.